മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ മഹാലക്ഷ്മിയെ തറവാട്ടിൽ നിന്നും കരുണയുടെയും ഉണ്ണിയുടെയും ശ്രദ്ധയിൽപ്പെടാതെ രക്ഷപ്പെടുത്തുന്നുണ്ട്. സ്വന്തം അനിയനെ കണ്ണൻ സാർ ഇത്രയധികം സ്നേഹിച്ചിട്ടും ഏട്ടനും ഏട്ടത്തിയും മരിച്ചു കാണണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഉണ്ണിയോട് വല്ലാത്ത പക തന്നെ തോന്നുന്നുണ്ട് കേട്ടോ മാർക്കോയ്ക്ക്. അതുകൊണ്ട് തന്നെ ആ രാത്രി ഉണ്ണിക്കിട്ട് നല്ലൊരു പണി കൊടുക്കാനും മാർക്കോ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയുടെ കാറിൽ നിന്നും പെട്രോൾ മുഴുവൻ ഊറ്റിക്കളയാണ് കേട്ടോ മാർക്കോ ചെയ്യുന്നത്. ഉണ്ണിയാണെങ്കിൽ കരുണയോട് യാത്ര പറഞ്ഞ് കമലേശ്വരത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇതേസമയം മോഹിനിയെ കാണുന്നതും അമ്മയുടെ മുഖത്ത് ഏട്ടത്തി തിരിച്ചു വരാത്തതിൻ്റെ വിഷമം ഉണ്ടെന്ന് അറിയാമെന്ന് പറയുമ്പോൾ അവർ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയത് തന്നെയായിരിക്കുമെന്ന് കരുണ പറയുമ്പോൾ കണ്ണനെ മറന്ന് എൻ്റെ മോൾക്ക് ഒരു ജീവിതം ഇല്ല എന്നും അവൾ അധികം വൈകാതെ തന്നെ തിരിച്ചു വരും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും എൻ്റെ മോളോട് സ്നേഹത്തോടെയൊക്കെ പെരുമാറണമെന്ന് മോഹിനി പറയുമ്പോൾ എന്തൊരു അഹങ്കാരമായിരുന്നു അവൾക്ക്. കമലേശ്വരത്തെ കണ്ണൻ്റെ ഭാര്യയായപ്പോൾ ലോകം കീഴടക്കിയ പോലെയായിരുന്നു അവൾ എല്ലാവരോടും സംസാരിച്ചതും പെരുമാറിയതൊക്കെ. അവളിപ്പോൾ മുംബൈയിലോ ഡൽഹിയിലോ ഒക്കെ പോയി പുതിയൊരു ജീവിതം തുടങ്ങി കാണുമെന്നെല്ലാം മഹാലക്ഷ്മിയെ അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് മാർക്കോ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, കണ്ണൻ സാറിൻ്റെ അനിയൻ ഉണ്ണിയും മഹാലക്ഷ്മിയെ കണ്ട് പേടിക്കണം. സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ ഏട്ടൻ്റെ സ്നേഹം കാണാത്ത വെറും സ്വാർത്ഥനാണ് കണ്ണൻ സാറിൻ്റെ അനിയൻ. സ്വത്തിനോടും പണത്തിനോടും മാത്രമാണ് അയാൾക്ക് ആർത്തി. അതുകൊണ്ട് അവന് മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട ഭയന്നോടണം. കരുണയുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് കരുണയെ ഭയപ്പെടുത്തണ്ട എന്ന് കണ്ണൻ സാറും മഹാലക്ഷ്മിയും പറഞ്ഞല്ലോ. പക്ഷേ ഉണ്ണിയെ മഹാലക്ഷ്മി ഭയപ്പെടുത്തി കഴിഞ്ഞാൽ അത് കരുണയ്ക്കും നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൂടി ആയിരിക്കുമെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കണം എന്നല്ലേ കണ്ണൻ സാറ് പറഞ്ഞത്. അതുകൊണ്ട് ഉണ്ണിയും മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയപ്പെടണം. മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനെയും അയാളുടെ അമ്മയെയും ഞാനിന്ന് തോമസ് സാറിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു. എൻ്റെ ഭീഷണിയിൽ രണ്ടുപേർക്കും ശ്വാസം നിലച്ചതുപോലെ ആയിട്ടുണ്ട്. ഇനി അവരുടെ പുന്നാര മോൻ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയന്നു എന്ന് അവരറിയട്ടെ. എങ്കിലേ അതോടുകൂടി നമ്മുടെ പ്രതികാരം ഏതാണ്ട് പൂർത്തിയായി എന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയോട്. അങ്ങനെ ഉണ്ണി ഡ്രൈവ് ചെയ്ത് പോയതിനിടയിൽ ഇടയ്ക്ക് വെച്ച് വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് പെട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വണ്ടി ഇടയ്ക്ക് വെച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ പ്രോബ്ലം ചെക്ക് ചെയ്യാനായിട്ട് ഉണ്ണി പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മുഖമെല്ലാം മറച്ചുകൊണ്ട് ലിഫ്റ്റ് ചോദിക്കാനായിട്ട് ഉണ്ണിയുടെ അരികിൽ എത്തുന്നുണ്ട് മഹാലക്ഷ്മി. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ലിഫ്റ്റ് തരാമായിരുന്നു, പക്ഷേ വണ്ടിയിൽ പെട്രോൾ തീർന്നു പോയി. ഇവിടെ എവിടെയാണ് അടുത്ത് പെട്രോൾ ബങ്ക് ഉള്ളതെന്നെല്ലാം ഉണ്ണി ചോദിക്കുമ്പോൾ പെട്രോൾ ബങ്ക് കുറച്ച് അടുത്തായിട്ടുണ്ടെന്ന് മഹാലക്ഷ്മി മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കാറ്റിൽ മഹാലക്ഷ്മി മുഖം മറച്ചിരിക്കുന്ന ആ തുണി, ആ ഷാള് കാറ്റിൽ പറക്കുകയും അതങ്ങനെ മഹാലക്ഷ്മിയുടെ ആ ഉഗ്രരൂപം കണ്ട് ഉണ്ണി ബോധം കെട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ മാർക്കോ വേഗം തന്നെ ലേഖയുടെ വീട്ടിലേക്കാണ് കേട്ടോ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ദുർഗയാണെങ്കിൽ കുറേ നേരമായിട്ടും ഉണ്ണി കമലേശ്വരത്തെ എത്താത്തതിനെ തുടർന്ന് കരുണയെ വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ടൻ ഇവിടെ നിന്ന് പോയിട്ട് കുറേ നേരം ആയല്ലോ അമ്മേ, അവിടെ എത്തേണ്ട സമയമായി എന്ന് പറയുമ്പോൾ എനിക്ക് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗയും. തുടർന്ന് കരുണയും ഉണ്ണിയും വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ണിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ആശങ്കയിൽ ആ രാത്രി കഴിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ ദുർഗയും കരുണയും. പിറ്റേന്ന് റോഡിൽ ബോധമറ്റു കിടക്കുന്ന ഉണ്ണിക്ക് രാവിലെ ആവുന്നതും ബോധം തെളിയുന്നുണ്ട്. ശേഷം ഉണ്ണി ഒരു വിധത്തിൽ കമലേശ്വരത്ത് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയെ കാണുന്നതും എന്താ മോനെ നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് ദുർഗ ടെൻഷനോടുകൂടി ചോദിക്കുമ്പോൾ ഞാനും അവരെ കണ്ട് പേടിച്ചു അമ്മേ. മഹാലക്ഷ്മിയെ കണ്ട് അവരെ കണ്ട് പേടിച്ചതോടുകൂടി എൻ്റെ ബോധം പോയി. ഞാൻ റോഡിൽ ബോധമറ്റു കിടക്കുകയായിരുന്നു. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവരിനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല എന്ന് ഉണ്ണി ഇങ്ങനെ ഭയത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അവളെ ഇവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നീയും അത് വിശ്വസിച്ചില്ലല്ലോ എന്ന് ദുർഗയും പറയുന്നുണ്ട്. എന്തായാലും കരുണയുടെ അച്ഛനും മേഘേട്ടനും കൂടി ആലോചിച്ചിട്ട് അവരെ തളയ്ക്കാനുള്ള വഴി ആലോചിക്കണമെന്ന് ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അല്പസമയത്തിനകം കരുണ ടെൻഷനോടുകൂടി ആശങ്കയോടെ കമലേശ്വരത്ത് എത്തുകയാണ്. അപ്പോൾ എന്താ അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ണിയേട്ടൻ എന്താ സംഭവിച്ചു, ഉണ്ണിയേട്ടൻ തിരിച്ചു വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനും അവളെ കണ്ട് പേടിച്ചു മോളെ, ഇന്നലെ രാത്രി മുഴുവൻ അവളെ കണ്ട് പേടിച്ച് അവന് റോഡിൽ കിടപ്പായിരുന്നു എന്നും ദുർഗ പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ പ്രേതം തങ്ങളോട് പ്രതികാരം ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് ശത്രുക്കൾ ഒന്നടങ്കം ഭയപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്.
അതിനുശേഷം പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ കാട്ടിലെ ആ മന്ത്രവാദിയെ കൊണ്ട് വീട്ടിലൊരു പൂജ നടത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ആ മന്ത്രവാദി പറയുന്നുണ്ട്, ഇനി ആ ആത്മാവിൻ്റെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നും ആ ആത്മാവ് ഈ ഭൂമി വിട്ട് തന്നെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിശ്വസിപ്പിച്ച് കുറേ പണമൊക്കെ തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മന്ത്രവാദിയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. അങ്ങനെ മഹാലക്ഷ്മിയുടെ പ്രേതത്തിൻ്റെ ശല്യം എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ദുർഗയും ഉണ്ണിയും കരുണയും പ്രതാപനും വാമനും ഒക്കെ. തുടർന്ന് പ്രതാപൻ പറയുന്നുണ്ട്, കുറച്ച് ദിവസം പേടിച്ചു കഴിഞ്ഞെങ്കിലും ഇപ്പോൾ എല്ലാത്തിനും ഒരവസാനം ഉണ്ടായല്ലോ അമ്മേ. ഇനി കണ്ണൻ്റെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നതിൽ വേണം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്നെല്ലാം പ്രതാപൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ മാർക്കോയുടെ വാക്കുകൾ കേട്ടിട്ട് എനിക്കിപ്പോഴും മനസ്സിൽ നിന്നും പേടി പോയിട്ടില്ല പ്രതാപ. അവൻ എന്താ പറഞ്ഞത്, മഹാലക്ഷ്മി കുറച്ച് ദിവസത്തിനകം തിരിച്ചു വന്നില്ലെങ്കിൽ നിൻ്റെയും മേഘൻ്റെയും കൈയും കാലും ഒക്കെ തല്ലി ഒടിക്കുന്നല്ലേ. എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ശ്വാസം നിലച്ചു പോകുന്നു എന്നെല്ലാം മുത്തശ്ശി പറഞ്ഞിങ്ങനെ ഭയപ്പെടുമ്പോൾ അമ്മയൊന്ന് പേടിക്കാതിരിക്കുക. ഞാൻ മേഘനോടുകൂടി ആലോചിച്ചിട്ട് അവൻ്റെ കാര്യത്തിലും ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അധികം ഒരു തിരിച്ചടിയാവാൻ പോകുന്നത് അവനിൽ നിന്നായിരിക്കുമെന്നും പ്രതാപനും ഭയത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയോട്. തുടർന്ന് ഒരുത്തി ഇവിടെ അവളുടെ മോള് ഇന്ന് വരും നാളെ വരും എന്ന് കരുതി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. പക്ഷേ നമുക്കല്ലേ അറിയൂ അവൾ ഈ ജന്മം തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പ്രതാപനും പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന മോഹിനിക്കാണെങ്കിൽ ശരിക്കും കലി കയറുന്നുണ്ട്. കരുണമോളുടെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഓണമല്ലേ അമ്മേ. തിരുവോണത്തിന് ഉച്ച കഴിഞ്ഞ് ഉണ്ണിയും കരുണമോനും ഇവിടെ എത്തും. നമുക്ക് ഗംഭീര സദ്യ തന്നെ അവർക്ക് കൊടുക്കണം, അതിൻ്റെ ഏർപ്പാടുകളൊക്കെ ഉടനെ ചെയ്യണമെന്നും പ്രതാപനും മുത്തശ്ശിയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാർക്കോ പറഞ്ഞതുപോലെ അടുത്തൊരു ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. അതായത് എല്ലാവരും സന്തോഷത്തിൽ മതിമറന്നു നിൽക്കുന്ന സമയത്ത് തിരുവോണ ദിവസം കണ്ണൻ മഹാലക്ഷ്മിയും കൂട്ടി കമലേശ്വരത്ത് എത്തുന്നുണ്ട്. മഹാലക്ഷ്മി ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചെത്തിയതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടുന്നത് കരുണയാണ് കേട്ടോ. മഹാലക്ഷ്മി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതി കമലേശ്വരത്തെ സ്വത്തുക്കളും സ്വന്തം വീട്ടിലെ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാം എന്നാലോചിച്ച് കരുണ മനക്കോട്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് കരുണയ്ക്കും ദുർഗയ്ക്കും ഉണ്ണിക്കും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ കണ്ണൻ മഹാലക്ഷ്മിയും കൂട്ടി വരുന്നതും എന്താടാ കണ്ണ ഇവൾ ആരുടെയും കൂടി ഒളിച്ചോടി പോയിട്ട് നിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു എന്ന് ദുർഗയും, ഞാൻ പറഞ്ഞില്ലേ അമ്മേ ഇവൾ ആരുടെയും കൂടി ഒളിച്ചോടി പോയത് തന്നെയാണ്. അയാളോടൊപ്പം കുറച്ച് ദിവസം ജീവിച്ചപ്പോൾ ഇവൾക്ക് ആ ജീവിതവും മടുത്തു കാണും. അപ്പോൾ കാലിന് സ്വാധീനമില്ലെങ്കിലും കണ്ണേട്ടൻ തന്നെയാണ് നല്ലതെന്ന് ഇവൾക്ക് തോന്നിക്കാണും. കാരണം അത്രയ്ക്ക് ആഡംബരത്തോടെയാണല്ലോ ഇവളിവിടെ കഴിഞ്ഞത്. ഇനി ഇവൾ ഓടിപ്പോയ ആൾക്ക് അത്തരം സുഖ സൗകര്യങ്ങളൊന്നും ഇവൾക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതായിരിക്കും ഇവൾ പോയതുപോലെ തിരികെ വന്നതെന്ന് മഹാലക്ഷ്മിയെ അധിക്ഷേപിച്ചുകൊണ്ട് കരുണയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. കരുണയുടെ വാക്കുകൾ ഏറ്റുപിടിച്ചുകൊണ്ട് ഉണ്ണിയും പറയുന്നുണ്ട്, ഏട്ടൻ ഇത് എന്തിൻ്റെ കേടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവരെ ഇനിയും ഏട്ടൻ്റെ ഭാര്യയായിട്ട് കൊണ്ടു നടക്കാനാണോ ഏട്ടൻ്റെ തീരുമാനം? ഇപ്പം തന്നെ നാട്ടുകാരെന്തൊക്കെയാണ് ഇവരെക്കുറിച്ച് പറയുന്നത് ഏട്ടനറിയോ? മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഉണ്ണിയും പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയെക്കുറിച്ച്. അതേ മോനെ നീ ഇനിയും ഇവളെ ഭാര്യയായിട്ട് വെച്ചുവാഴ്ച നടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങളാരും നിൻ്റെ കൂടെ കാണില്ല. എങ്ങനെ മോശം സ്വഭാവമുള്ള ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിൻ്റെ തലയ്ക്ക് എന്താ ഭ്രാന്തായോ കണ്ണ എന്ന് ദുർഗയും കണ്ണനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കേട്ട് ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് കണ്ണനും മഹാലക്ഷ്മിയും. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞോ എല്ലാവരുടെയും അഭിനയം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ദുർഗയും ഉണ്ണിയും കരുണയും കൂടിയിട്ട് അപ്പോൾ നമ്മളെ ഇവർ പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് ആ നിമിഷം അവർ ഞെട്ടലോടുകൂടി തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മി പ്രേതമായിട്ടെത്തി അവരെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ കണ്ണൻ്റെ ചോദ്യം കേട്ട് എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. നീ ഇതെന്താ മോനെ ചോദിക്കുന്നതെന്നെല്ലാം ദുർഗ വീണ്ടും അഭിനയിച്ച് തകർത്തുകൊണ്ട് ചോദിക്കുമ്പോൾ ആരും അധികം അഭിനയിച്ച് കഷ്ടപ്പെടേണ്ട എന്നും ഇയാളെ കൊന്ന് ചിത കൂട്ടിയതിന് ശേഷം ഇയാളെ കാണാനില്ല എന്ന പേരിൽ പോലീസ് അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്വേഷണം നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ പറയാൻ പഠിച്ചു വച്ചിരിക്കുന്ന കഥ എന്തായാലും നന്നായിട്ടുണ്ട്. മഹാലക്ഷ്മി ആരുടെയും കൂടെ ഒളിച്ചോടി പോയെന്നറിഞ്ഞാൽ കേസ് അതോടുകൂടി അവസാനിക്കും എന്നെല്ലാം നിങ്ങൾ കണക്കുകൂട്ടി. എന്തായാലും നിങ്ങളുടെ നാടകം അസ്സലായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ നിങ്ങൾക്കും അതേ നാണയത്തിൽ ഒരു തിരിച്ചടി തരാൻ തന്നെയാണ് ഞങ്ങളും ഉദ്ദേശിച്ചത്.
അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളെല്ലാവരും പ്രേതരൂപത്തിൽ മഹാലക്ഷ്മിയെ കണ്ടത്. തുടർന്ന് നിങ്ങൾ ഇതുകൂടി കാണുക എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ കൊന്ന് പ്രതാപനും മേഘനും കൂടി ആ ചിത കൂട്ടുന്നത് കണ്ട് സന്തോഷിച്ചതും, അതുപോലെ തന്നെ കമലോശ്വരത്ത് പ്രതാപനും മുത്തശ്ശിയും കൂടി എത്തി അവരെല്ലാവരും കൂടി മഹാലക്ഷ്മിക്ക് ആദരാഞ്ജലികൾ എന്നുള്ള ആ കേക്ക് മുറിച്ച് ആഘോഷിച്ചതും, അങ്ങനെ ആ വീഡിയോ കണ്ണൻ അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ട് കണ്ണ് തള്ളി നിന്ന് പോവാണ് ദുർഗയും ഉണ്ണിയും കരുണയൊക്കെ. മാർക്കോയാണ് നിങ്ങളെല്ലാവരും ചേർന്ന് മഹിയെ എന്നിൽ നിന്നും വേർപെടുത്താൻ നോക്കിയപ്പോൾ കൃത്യസമയത്തെത്തി ഇയാളെ രക്ഷിച്ചത്. നിങ്ങളെയാണല്ലോ ഞാൻ ഇത്രയും കാലം സംരക്ഷിച്ച് കൂടെ നിർത്താൻ നോക്കിയത് എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ചുട്ട മറുപടി തന്നെ കണ്ണൻ അവസാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്